الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ബഹുമാനികളായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരവും നോമ്പും ഇഅ്തികാഫും പ്രാർത്ഥനകളുമെല്ലാം സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സുബൈർ ഉസ്താദ്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാവരുടെയും മുഴുവൻ മുഅ്മിനീങ്ങളുടെയും സർവ്വ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ പത്തിൽ തുടക്കത്തിൽ നോമ്പ് 11-ലാണുള്ളത്. ഇന്ന് അനുസ്മരിക്കുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട സഹനശക്തിയും ക്ഷമാശീലവും നിശ്ചയദാർഢ്യവും മനക്കരുത്തുമൊക്കെയായി ബന്ധപ്പെട്ട ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി സമ്പത്തും ശരീരവും വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനം ഇവിടെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന വിഷയത്തിൽ അതിനിർണായകമായ ഒരു മുഹൂർത്തം കടന്നുപോയ ഒരു സന്ദർഭം, ആ സന്ദർഭത്തെ അനുസ്മരിക്കാതെ നമുക്ക് കടന്നുപോയിക്കൂടാ. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ചത് നിങ്ങൾക്കറിയാം. ആദ്യത്തെ 2-3 വർഷം വളരെ സ്വകാര്യമായിട്ട്, വളരെ രഹസ്യമായി, മറ്റാരും പുറമേക്ക് അറിയാത്ത രീതിയിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളായിരുന്നു ആദ്യത്തെ 3 വർഷം. പിന്നെ ഇത് പരസ്യപ്പെടുത്തി, അതിൻ്റെ പേരിൽ പല പീഡനങ്ങളും സഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ കഴിച്ചുകൂട്ടി. ശേഷം 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജറ പോയി. അത് ജീവനെ പേടിച്ചിട്ടോ മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ടോ അല്ല, മറിച്ച് ശക്തമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ഇവിടെ നട്ടു നനച്ച് വളർത്തി പടർത്തി പന്തലിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു സൂത്രം, ആസൂത്രണം എന്ന നിലയിൽ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയപ്പോൾ അവിടെ സ്വതന്ത്രമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനുള്ള എല്ലാ സാഹചര്യവും പ്രവാചക തിരുമേനി ആസൂത്രണം ചെയ്യുകയും ആവിഷ്കരിക്കുകയും ചെയ്തു. ഇസ്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ ആയിട്ട്, വളരെ വലിയ രീതിയിലല്ല, കുറേശ്ശെ ആയിട്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ പല സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ പല സൂക്തങ്ങളും ഇറക്കിക്കൊടുക്കുന്നു. മദീനയിൽ ചെന്ന് ഏകദേശം 17 മാസം കഴിഞ്ഞപ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചിരുന്ന ആളുകൾ മക്കയിലെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന കൽപ്പന വരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. നോമ്പ് നിർബന്ധമാക്കി അവർ നോമ്പെടുക്കാൻ തുടങ്ങി. 12 ദിവസത്തെ നോമ്പെടുത്തപ്പോൾ അവർക്ക് ഖുറൈശി പട ഷാമിൽ നിന്ന് കച്ചവട സമ്പത്തുമായി മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന വിവരം ലഭിച്ചു. മക്കയിലെ ഖുറൈശികൾ വ്യാപാര ആവശ്യാർത്ഥം കയറ്റുമതിയും ഇറക്കുമതിയുമായിട്ട് മദീനയുടെ തൊട്ടടുത്തുള്ള വഴിത്താരയിലൂടെ വടക്ക് ഭാഗത്തെ രാജ്യമായ ഷാം, ഇന്ന് നമ്മൾ പറയുന്ന സിറിയ, ജോർദാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ, അവിടേക്ക് പോയിട്ട് അവരുടെ വലിയ ഒട്ടകക്കൂട്ടങ്ങൾ തിരിച്ചു വരികയാണ്. ഖാഫിലത്ത് ഖുറൈശ്, അവരുടെ കൂടെ കൂമ്പാരം കൂട്ടപ്പെട്ട കച്ചവട സ്വത്തുക്കളുണ്ട്. 50,000 ദിനാർ എന്നാണ് പറയപ്പെടുന്നത്.
ആ സ്വത്തുമായിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട് എന്ന വിവരം മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അറിയാണ്. ഈ സ്വത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഹിജറ പോയ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ടു പോയി. സഹാബികളുടെ ഒക്കെ വീടും എല്ലാ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്കറിയാത് എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ, അവിടുത്തെ അവസാനത്തെ ഹജ്ജ്, അവിടുത്തെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, ആ ഹജ്ജ് കഴിഞ്ഞ് സഹാബികൾ പലരും ഉണ്ട്. അങ്ങനെ മിനായിൽ നിന്ന് വന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പല മക്കക്കാരായ പല സഹാബികളും അവരവരുടെ വീട്ടിലേക്ക് പോയി. ഹജ്ജ് കഴിഞ്ഞില്ലേ, ഇനി ഒന്ന് വിശ്രമിക്കാലോ, എല്ലാവരും വീട്ടിൽ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം നാട്ടിൽ ഒരു വീടില്ല. റസൂൽ അവിടെ ഇരിക്കുകയാണ്. സ്വന്തം പ്രസവിച്ച് വീണ് വളർന്ന പ്രദേശത്ത് ഹജ്ജ് കഴിഞ്ഞ് വിശ്രമിക്കാൻ, ഒരു വീട്ടിലേക്ക് പോകാൻ സ്വന്തം ജന്മദേശത്ത് ഒരു വീട് പോലും ഇല്ലാത്ത പ്രവാചക തിരുമേനിയെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പ്രതിസന്ധികളൊക്കെ സഹിച്ച് ഹിജ്റ 2ാമത്തെ വർഷം ഖിബ്ല മാറി. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് മക്കയിലേക്ക് ഖിബ്ല മാറി, പുതിയ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ റമളാൻ വരുന്നു. ആ റമളാൻ, അതിൻ്റെ മുന്നേ എത്ര റമളാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 14ഓളം റമളാൻ അത്തോടുകൂടി കഴിഞ്ഞു പോയിട്ടുണ്ട്. 15ഓളം റമളാൻ. അന്നൊന്നും നോമ്പില്ല, റമളാൻ വരും പോകും. അങ്ങനെ 2ാമത്തെ വർഷം റമളാൻ വന്നു, നോമ്പ് നിർബന്ധമാക്കുന്നു. 12ഓളം നോമ്പ് അവിടെ വെച്ച് നോൽക്കുമ്പോഴാണ് ഈ വിവരം വരുന്നത്. കച്ചവട സംഘം പോകുന്നുണ്ട്, നമ്മളെ സ്വത്താണ് അതിലുള്ളത്, നമ്മുടെ സ്വർണവും വെള്ളിയും നമ്മുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കൊള്ളയടിച്ചവരാണ് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള നമ്മുടെ സ്വത്ത് നമുക്ക് തിരിച്ചു പിടിക്കണം, ഇങ്ങനെ ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഖുറൈശികളെ നേരിടണം, ഈ ഉദ്ദേശമൊക്കെ ഉണ്ട്. അങ്ങനെ റമളാൻ 12ൻ്റെ അന്ന് ഹിജ്റ 2ാമത്തെ വർഷം നോമ്പ് കാലഘട്ടത്തിൽ 1ാമത്തെ നോമ്പ്, മുസ്ലിം സമുദായത്തിൻ്റെ 1ാമത്തെ നോമ്പ്, 1ാമത്തെ റമളാൻ. അങ്ങനെ അവർ ചെന്ന് പോയി ബദറിലെത്തി. റമളാൻ 12ൻ്റെ അന്ന് പുറപ്പെട്ട് 17ഓടുകൂടി ബദർ യുദ്ധം തുടങ്ങുകയാണ്. ഞാൻ ആ ചരിത്രമൊന്നും പറയല്ല, ബദർ യുദ്ധ ചരിത്രം പറയലല്ല എൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. ചരിത്രമൊക്കെ പലവട്ടം നമ്മൾ കേട്ടതാണ്, ഇനിയും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പേരിൽ പോത്ത് വെട്ടുന്നവരും കായം പുരട്ടുന്നവരും ഖുറാഫാത്ത് നടത്തുന്നവരും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ശിർക്ക് പുനഃസ്ഥാപിക്കുന്നവരും ഈ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ബദർ യുദ്ധം ഒരുങ്ങുന്ന പശ്ചാത്തലം വിശുദ്ധ റമളാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണ്, ഇവരെ കൊണ്ട് നോമ്പെടുപ്പിക്കണം. ആദ്യം നോമ്പ് എടുപ്പിച്ചിട്ട് ഇവരെ സഹനശക്തിയും ഇവരുടെ ഇച്ഛാശക്തിയും ഇവരുടെ പ്രതിരോധ ശേഷിയും സംയമന ശേഷിയും ഒക്കെ ഊട്ടി ഉറപ്പിച്ചതിൻ്റെ ശേഷം രണാങ്കണത്തിലിറങ്ങാൻ വേണ്ടി പറയണം. അപ്പോൾ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മനുഷ്യകുലത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ നിയോഗിച്ചത്? വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. സൂറത്തുൽ ബഖറയുടെ 30-ൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ ഞാൻ ഭൂമിയിൽ എൻ്റെ ഒരു ഖലീഫയെ നിയോഗിക്കുന്നുണ്ട്. ഭൂമിയിൽ എന്നാ പറഞ്ഞത്, സ്വർഗത്തിലല്ല. സ്വർഗത്തിലെ ഖലീഫയല്ല, ഭൂമിയിൽ ഞാൻ എൻ്റെ ഒരു ഖലീഫയെ നിയോഗിക്കുന്നുണ്ട്. ആ ഖലീഫയെ അള്ളാഹു സൃഷ്ടിക്കുന്നത് സ്വർഗത്തിലാണ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനോട് സ്വർഗത്തിൽ താമസിക്കാൻ പറഞ്ഞു. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നിങ്ങളും നിങ്ങളെ ഭാര്യയും സ്വർഗത്തിൽ താമസിക്കൂ. എന്നിട്ട് എന്താ പറഞ്ഞേ? വകുലാ മിൻഹാ ഹൈസു ശിഅ്തുമാ, നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് എന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾ താമസിച്ചു കൊള്ളുക, ഇവിടെയുള്ള എന്തും നിങ്ങൾക്ക് വാരി വലിച്ചു കഴിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. വകുലാ മിൻഹാ ഹൈസു ശിഅ്തുമാ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, എന്തും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ ഒരു നോമ്പ് അവിടെ പ്രഖ്യാപിച്ചു, ഒരു സംയമന പരിശോധന അവിടെ പ്രഖ്യാപിച്ചു. വലാ തഖ്റബാ ഹാദിഹി ഷജറ. നിങ്ങൾ നോക്കി, 10,000കണക്കിന് വിഭവങ്ങളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത കണ്ണത്താ ദൂരത്തേക്ക്. ജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർള്,
ആകാശഭൂമിയോളം വീതിയും വിസ്താരവുമുള്ള സ്വർഗത്തിൽ അള്ളാഹ് പറയാണ്, ആദം നബിയെ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഇവിടെ കടന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷേ ഒരു നോമ്പ് നിങ്ങൾക്ക് ഞാൻ കൽപ്പിക്കുന്നുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ നോമ്പ് തന്നെ ആയിക്കൊള്ളുന്നില്ലത്. സഹനശേഷി. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അടുക്കരുത്, തുടരുത്, കുടിക്കരുത്, അന്നപാനീയങ്ങൾ പാടുള്ളതല്ല. രാത്രി സമയത്തൊക്കെ ഭാര്യമാരുമായി ബന്ധപ്പെടാം, പകല് പറ്റൂല. സംഗതി ഹലാലാണ്. ഹലാലായത് തൊടാൻ പാടില്ല, വിലക്കുകയാണ്. ഒരൊറ്റ സംഗതി മാത്രമാണ് വിലക്കിയിട്ടുള്ളത്. വലാ തഖ്റബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. ഈ ഒരു മരം നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അപ്പം നോമ്പിലൂടെയാണ് ഭൂമിയിൽ അള്ളാഹു പ്രതിനിധിയെ നിയോഗിക്കുമ്പോൾ പരീക്ഷണത്തിൻ്റെ കടമ്പ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ നോമ്പ് നോറ്റിട്ട് അതിജയിച്ചിട്ട് വേണം നിങ്ങൾ ഭൂമിയിൽ എൻ്റെ ഖിലാഫത്ത് സ്ഥാപിക്കാൻ. പക്ഷേ പിശാച് അവിടെ ഇടപെട്ടു. ചരിത്രം ഞാൻ നീട്ടിപ്പറയുകയല്ല. പിശാച് ഇടപെട്ടു. എത്രത്തോളം? ഹൽ അദുല്ലുകുമാ അലാ ഷജറത്തിൽ ഖുൽദ്, ശാശ്വതമായി നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ തന്നെ താമസിച്ചു പോകാൻ പറ്റിയ ഒരു മരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ അവൻ തന്നെ ഇട്ട പേരാണ്. ഇബ്ലീസ് തന്നെ ആ മരത്തിനൊരു പേരിട്ടു. എന്ത്? ഷജറത്തുൽ ഖുൽദ്, ശാശ്വതീകരണത്തിൻ്റെ മരം. കാരണം ഇതിമ നിങ്ങൾ തിന്നാൽ നിങ്ങൾ കാലാകാലം ഈ സ്വർഗത്തിൽ തന്നെ ഉണ്ടാവും. സ്വർഗത്തിൽ തന്നെ കൂടണം എന്ന് എല്ലാവർക്കും താല്പര്യമാണല്ലോ. മാത്രമല്ല അതിൻ്റെ പുറമെ ഇബ്ലീസ് വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, അവൻ സത്യം ചെയ്തു പറഞ്ഞു, വല്ലാഹി ഞാൻ സത്യം ചെയ്തു പറയുന്നു, നിങ്ങൾക്ക് സതുപദേശകനായി ഗുണകാംക്ഷിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോളി. അപ്പം ആദം നബി സത്യമൊക്കെ ചെയ്തു പറഞ്ഞതല്ലേ. ശുദ്ധ മനസ്കരായ ആളുകളാണ്. ഒരാൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് വല്ലാഹി റബ്ബിൽ കാബ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു ശുദ്ധ മനസ്കനാണെങ്കിൽ അതാണ്ട് വിശ്വസിക്കും. അങ്ങനെ പടച്ചോനെ പിടിച്ച് സത്യം ചെയ്തപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന് തട്ടിപ്പും വിക്രസവും ഒന്നും അറിയില്ല. അദ്ദേഹം അതിൽ വഞ്ചിതനായിപ്പോയി. ഫദല്ലാഹുമാ ബിഗുറൂർ, അതിൽ വഞ്ചിതനായിപ്പോയി. അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ തൗബ ചെയ്യാൻ അവസരം ഭൂമിയിലാണ് കൊടുക്കുന്നത്. ഈ പ്രശ്നം സംഭവിക്കുന്നത് സ്വർഗത്തിലാണ്. എന്നാൽ ഇതിൻ്റെ പ്രായശ്ചിത്തം അത് നിങ്ങൾ ഇവിടുന്ന് വേണ്ട, അത് സ്വർഗത്തിൽ പോയിട്ട്, സ്വർഗത്തിൽ നിന്ന് പുറത്ത് പോയിട്ട് ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു വേണ്ടാത്തരം ചെയ്തു പോയാൽ ആ സ്ഥലത്ത് നിന്ന് ഉടനെ മാറി നിൽക്കണം. ഉടനെ മാറി നിന്നിട്ട് വേറെ നല്ല സ്ഥലത്ത് പോയിട്ട് തൗബ ചെയ്യണം. നല്ലവരുള്ള സ്ഥലത്തേക്ക് പോയി തൗബ ചെയ്യണം. അങ്ങനെ തൗബയുടെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ചുരുക്കി പറയുകയാണ്, ഒന്നാമത്തെ സംഭവം ആദം നബി അലൈഹിസ്സലാം പരീക്ഷണം മറികടക്കുന്നത് ഒരു ത്യാഗത്തിലൂടെയാണ്, ഒരു സംയമനത്തിൻ്റെ അധ്യാപനത്തിലൂടെയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നോമ്പാണ്. ഈ മരത്തിലേക്ക് എടുക്കാൻ പാടില്ല, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. സുബഹി മുതൽ മഗ്രിബ് വരെ ഇത് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും കഴിക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്തും കഴിക്കാം. ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടൊക്കെ പറ്റും. ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമു സിയാമ ഇലൽ ലൈൽ. തിന്നോളി കുടിച്ചോളി എന്നാ പറഞ്ഞത്. റമളാൻ മാസത്തെ പറ്റി പറഞ്ഞപ്പോൾ തിന്നോളി കുടിച്ചോളി എന്നാ പറഞ്ഞത്. പക്ഷേ പകലിൻ്റെ ആ സമയത്ത് മാത്രം പറ്റില്ല. നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ ഖലീഫയെ കടഞ്ഞെടുക്കുകയാണ്, പരിശോധിച്ചെടുക്കുകയാണ്. ഇനി കുറച്ചിങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് നോക്കി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിലേക്ക് സൂചിപ്പിക്കുന്ന അധ്യായമാണ്. ബദർ യുദ്ധത്തെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ബദറിൻ്റെ അധ്യായം എന്ന് സൂറത്തുൽ ബഖറയെ പരിചയപ്പെടുത്താൻ സാധിക്കും. തൊട്ടടുത്തുള്ള സൂറത്തു ആലു ഇമ്രാൻ അത് ഉഹദ് യുദ്ധത്തിൻ്റെ അധ്യായമാണ്. ഉഹദ് യുദ്ധത്തെ പ്രതിപാദിക്കുന്നത് ആലു ഇമ്രാനിലാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിൻ്റെ കാരണമായി അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ള ചെറിയ പരാജയങ്ങളും അതിൻ്റെ പശ്ചാത്തലത്തിൽ കപട വിശ്വാസികൾ അഴിച്ചുവിട്ട കുപ്രചാരണങ്ങളും ഒക്കെ സൂറത്തു ആലു ഇമ്രാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നേയുള്ള സൂറത്തായ സൂറത്തുൽ ബഖറയിൽ ബദറിലേക്കുള്ള സൂചനയുണ്ട്. എന്നാൽ ബദറിൻ്റെ പേരൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. ആ സൂചന എവിടെയാണെന്ന് അറിയുമോ? സൂറത്തുൽ ബഖറയിലെ 243 സൂക്തം മുതൽ 253 സൂക്തം വരെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലശേഷം കഴിഞ്ഞുപോയിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗതി ഫഖാല ലഹുമുല്ലാഹു മൂതൂ സുമ്മ അഹ്യാഹും. ഇങ്ങനെ തുടങ്ങിയിട്ട്
നിങ്ങൾ അറിഞ്ഞില്ലേ നബിയെ, അലം തറയിലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയവരെ നിങ്ങൾക്കറിയില്ലേ? മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങൾ പോയതുപോലെയല്ല. മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങൾ പോയത് പേടിച്ചിട്ടല്ല, ശക്തമായി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവര് പേടിച്ചു, ഹദറൽ മൗത്ത്, മരിച്ചു പോകുമെന്ന് പേടിച്ചു. മരണത്തെ പേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. എന്നാ ഓല് കുറച്ചാണോ? കുറച്ചല്ല. വഹും ഉലൂഫ്, ആയിരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പേടിച്ചിട്ട്. എന്താ പേടിച്ചത്? ഓൾക്ക് ശരിയായ ഈമാനില്ല, ഓൾക്ക് ശരിയായ സ്വബർ ഇല്ല, ശരിയായ തഖ്വയില്ല. അതുകൊണ്ട് ആൾക്കൂട്ടം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. അവർ 10,000 ഉണ്ടെങ്കിലും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് നിങ്ങൾക്കറിയില്ലേ നബിയേ? അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് പറയാണ്, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വഅൻഫിഖൂ ഫീ സബീലില്ലാഹി മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ. ആരാണ് അള്ളാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കുന്നവൻ? കണ്ടോ? അപ്പോൾ അവിടെ ശരീരം വലിച്ചെറിഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ളവർ ആരുണ്ട് ചോദിക്കുകയാണ്. അള്ളാഹുവിന് സമ്പത്ത് കടം കൊടുക്കാൻ തയ്യാറുള്ളവർ ആരുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ ഞമ്മക്കുള്ള അധ്യാപനാണ്. ബനു ഇസ്രായേലിന്റെ കഥ പറഞ്ഞിട്ട് നമ്മക്കെന്താ കാര്യം? നിങ്ങൾ ചെയ്യേണ്ട പണിയാണിത്. നിങ്ങളെ ശരീരം കൊടുക്കേണ്ടി വരും. കുറച്ചു കഴിഞ്ഞാൽ ബദർ യുദ്ധത്തിന്റെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള അധ്യായമാണ് സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയ സൂക്തമാണ്, അധ്യായമാണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഇറങ്ങിയതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ നോമ്പ് വരുന്നതും അതുപോലെ തന്നെ ബദർ യുദ്ധം നടക്കുന്നതും ഒക്കെ. അപ്പം അതിൻ്റെ സൂചന ഇതിൽ പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ ശേഷം പറയാണ്, അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലശേഷമുള്ള ഒരു വിഭാഗം ആളുകളുടെ കഥ നിങ്ങൾക്കറിയില്ലേ നബിയേ? ഖാലൂ ലിനബിയ്യിൻ ലഹും ഉബ്അസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. അവര് ഫലസ്തീനിലെ അവരുടെ കേന്ദ്രം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ ബദറിൻ്റെ കഥ പറഞ്ഞ് ചിരിച്ചുകൊണ്ടോ കരഞ്ഞുകൊണ്ടോ പോകേണ്ടവരല്ല. നമ്മൾ ബദറിൻ്റെ കഥ പറയുന്നത് ആധുനിക സമകാലിക സമസ്യകളുമായി അതിനെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പരിചിന്തനത്തിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹു പ്രവാചകനോട് ചോദിക്കുക, അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ഉബ്അസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. മൂസാ നബിയുടെ കാലശേഷമുള്ള ഒരു പ്രവാചകനോട് അവരെ സമുദായം ചോദിച്ചു. ഏതാണ് ആ പ്രവാചകൻ? ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. വേദഗ്രന്ഥങ്ങളിൽ, തൗറാത്ത് പോലെയുള്ള വേദഗ്രന്ഥങ്ങളിൽ ആ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പേരൊന്നും നമുക്കിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം തൗറാത്ത് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ മറിമായ നടന്നുപോയി. വിശുദ്ധ ഖുർആൻ ആ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടില്ല. ആ പ്രവാചകനോട് അദ്ദേഹത്തിന് അനുയായികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ക്യാപ്റ്റനെ പറഞ്ഞയച്ചു തരണം. ഇബ്അസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. ഞങ്ങളുടെ എതിരാളികൾ ഞങ്ങളുടെ ഖിബ്ലയായ ബൈത്തുൽ മഖ്ദിസിനെ തട്ടിയെടുക്കുകയും അവിടെയുള്ള താബൂത്ത് വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽകിഹി അൻ യഅതിയകുമു താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂന തഹ്മിലുഹുൽ മലായിക എന്ന് പറയുന്ന ഒരു താബൂത്ത് ഉണ്ട്, ഒരു ദിവ്യ പേടകമുണ്ട്, ഒരു പെട്ടിയുണ്ട്. ആ പെട്ടി അവരുടെ ഖിബ്ലയുടെ ഭാഗത്ത് വെച്ചിരുന്ന പെട്ടിയാണ്. ആ പെട്ടി എതിരാളികൾ തട്ടിയെടുത്തു കൊണ്ടുപോയി. അതല്ലേ ഇന്നും സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രവാചകന്റെ ഒന്നാമത്തെ ഖിബ്ലയായ ബൈത്തുൽ മഖ്ദിസ് ഫലസ്തീനിൽ ഇന്ന് നമ്മുടെ എതിരാളികൾ തട്ടിപ്പറിച്ച് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സഹോദര സഹോദരിമാരെ ഇഞ്ചിഞ്ചായി ഇന്നും കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കണ്ടയോ? അതിലേക്കുള്ള സന്ദേശമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള പോർമുഖം തുറക്കുകയാണ് സൂറത്തുൽ ബഖറയിലൂടെ. നിങ്ങൾ പേടിച്ച് പിന്മാറാൻ പാടില്ല, മരണപ്പേടി ഉണ്ടാകാൻ പാടില്ല. സമ്പത്ത് വലിച്ചെറിയാൻ പറഞ്ഞാൽ വലിച്ചെറിയാനല്ല പറഞ്ഞത്, കടം തരുമെന്നാണ് അള്ളാഹ് ചോദിച്ചത്. എന്തൊരു ചോദ്യമാണത്! നിങ്ങളെ സമ്പത്ത് വലിച്ചെറിയണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ സമ്പത്ത് നിങ്ങൾ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി കടം തരുമോ? ഞാൻ നിങ്ങൾക്ക് ഒരു 10,000 റുപ്യ എന്നിട്ട് ഞാൻ പറയാം, ഒരു 5,000 റുപ്യക്ക് ഇങ്ങോട്ട് കടം തരുമോ? എന്തൊരു ചോദ്യമാണത്! നിങ്ങളെ പൈസ, ഞാനാണ് നിങ്ങൾക്ക് പൈസ തന്നത്, എന്നാലത് നിങ്ങളെ പൈസ, നിങ്ങൾ എനിക്ക് കുറച്ച് കടം തന്നാളി എന്ന രീതിയിൽ അല്ലാഹു തആല പറയുകയാണ് നമ്മളോടുള്ള കാരുണ്യത്തിൻ്റെ പേരിൽ. എന്നിട്ട് പ്രവാചകനോട് പറയാ,
നിങ്ങൾ ഞങ്ങൾക്ക് ഒരു നേതാവിനെ അയച്ചു തരണം. ഇബ്അസ്ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാ. അപ്പോൾ ആ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു. ആ പ്രവാചകൻ അറിയാം ഈ ചോദിക്കുന്ന ആൾക്കാരൊക്കെ താൽക്കാലിക വൈകാരിക ജീവികളാണ്. നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇപ്പം തന്നെ പോകണം, വെട്ടണം, ഫതഹാക്കണം. അത് പറ്റൂല. ഫതഹാക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ചില തർബിയത്തുകൾ കിട്ടേണ്ടതുണ്ട്. ജിഹാദിന് ഇറങ്ങുന്നതിന് മുമ്പ് ശാരീരികവും മാനസികവുമായിട്ടുള്ള പരിശീലന മുറകൾ കഴിയേണ്ടതുണ്ട്. അല്ലാതെ എടുത്തു ചാടിപ്പോകുന്നത് ഇസ്ലാമികമല്ല. ഖാല ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു ഫതവല്ലൈതും. അല്ലാഹു അങ്ങാനും നിങ്ങളുടെ മേൽ ജിഹാദ് നിർബന്ധമാക്കിയാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടി പോവുകയില്ല എന്ന് ആര് കണ്ടു? ആ പ്രവാചകൻ ചോദിക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു, ഖാലു വമാലനാ ലാ നുഖാതിലു ഫീ സബീലില്ലാഹി വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വഅബ്നാഇനാ. ഞങ്ങൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യാതെ പോവുക? ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഞങ്ങളെ സന്താനങ്ങളിൽ നിന്ന് ഇറക്കി ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിൽ ഞങ്ങൾക്കൊരു ക്യാപ്റ്റനെ നിങ്ങൾ നിയോഗിച്ചു തരണം, ഞങ്ങൾ യുദ്ധത്തിന് വരും. അവർ ഓഫർ ചെയ്തു. പക്ഷേ ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാലു തവല്ലൗ ഇല്ലാ ഖലീലം മിൻഹും വല്ലാഹു അലീമും ബിസ്സാലിമീൻ. യുദ്ധം ചെയ്യാൻ വേണ്ടി അല്ലാഹ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അവർ ഭൂരിഭാഗവും പിന്തിരിഞ്ഞ് ഓടിക്കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ ശേഷം പറയുന്നുണ്ട്, വഖാല ലഹും നബിയുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലികാ ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു ഖാല ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി വല്ലാഹു യുതി മുൽക്കഹു മൻ യശാ ഇന്നല്ലാഹ വാസിഉൻ അലീം. ഒരു ക്യാപ്റ്റനെ തരണം എന്നല്ലേ പറഞ്ഞത്? യുദ്ധം നയിക്കാൻ ഒരു ക്യാപ്റ്റനെ ആ പ്രവാചകൻ കൊടുക്കുന്നു. ആ ക്യാപ്റ്റന്റെ പേരാണ് ത്വാലൂത്ത്. താലൂത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഉയരമുള്ള ആളെന്നാ. ത്വീൽ. അതിൻ്റെ ഒരു പുതിയ ഒരു മോഡലാണ് ത്വാലൂത്ത്. ഉയരം കൂടിയ ഒരു സൈനിക നേതാവിനെ കൊടുത്തു. പക്ഷെ അയാൾ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് തന്ന ഒരു നേതാവ്, ഒരു സാമ്പത്തികവും പൈസയും തറവാടൊന്നും ഇല്ലാത്ത ഒരാളെയാണോ തന്നത്? അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മറുപടി പറഞ്ഞു, ഇസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി. മൂപ്പരെ കയ്യിൽ കാശില്ലാത്തത് നിങ്ങൾ നോക്കണ്ട, മൂപ്പര് പണ്ഡിതനാണ്, അതുപോലെ ആരോഗ്യമുള്ളയാളാണ്. ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം. ആരോഗ്യമുണ്ട്. യുദ്ധം ചെയ്യാൻ വേണ്ടത് ആരോഗ്യമാണ്. പുറമെ അതിൻ്റെ സ്ട്രാറ്റജി അറിയുന്നയാളാണ്, നല്ല അറിവുണ്ട്. അതുകൊണ്ട് മൂപ്പര വേക്കിൽ പോയിട്ട് യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണ്. തൊട്ടടുത്ത സൂക്തങ്ങളിൽ കാണാം, ഫലമ്മാ ഫസല താലൂത്ത് ബിൽ ജുനൂദി. അവിടെയാണ് നമ്മളെ വിഷയത്തിൻ്റെ കോറ്. നോമ്പല്ലേ നമ്മുടെ വിഷയം? നോമ്പും ബദർ യുദ്ധവും അൽബക്കറ അധ്യായവും ഒക്കെയാണ് നമ്മുടെ വിഷയം. നമ്മൾ അൽബക്കറൊക്കെ കേൾക്കുന്നതല്ലേ നിസ്കാരത്തിൽ, തറാവീഹിൽ സുന്ദരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ ഒരു ലേശെങ്കിലും അതിൻ്റെ ഒക്കെ ഒരു അർത്ഥം പറഞ്ഞാൽ കാല് കടയിനെന്ന് പറയില്ല, ഇതൊന്നും അറിയില്ല. അപ്പം പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ വയസ്സന്മാർക്ക് എന്ത് ചെയ്യും? കാല് കടയിന്ന് നേരം വൈകി. ഒരു ലേശം ഇതിൻ്റെ അർത്ഥമൊന്നും പഠിക്കുന്നതിന് എന്തോ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, പരിഭാഷയില്ല ഇവിടെ. അതൊക്കെ ഒന്ന് ഇടയ്ക്ക് എടുത്ത് നോക്കാമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാരൊന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് സബറായിട്ടിരുന്ന് കേട്ടൂടെ? ഇമാമിങ്ങൾ നിന്ന് ഓതുന്നു, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാവും പകലും ഇല്ലാതെ ഹിഫുൾ ആക്കി മിഹ്റാബിൽ കയറി നിങ്ങൾ തന്നെ കയറ്റി നിർത്തി ബഹുമാനിച്ച് ആദരിച്ചു. പക്ഷെ കേൾക്കാൻ നിങ്ങൾക്ക് തയ്യാറില്ല. അതുണ്ടായ പറ്റൂല. അപ്പം അത് കുറച്ചൊക്കെ അർത്ഥം പഠിക്കണം. അതിനിപ്പോൾ വലിയ വെല്ലൂർ വാക്കിയാത്ത് പോയിട്ട് തഹ്സീൽ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വാങ്ങുന്നവർ വാങ്ങിക്കോട്ടെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുകയാണ്, അൽബക്കറയുടെ 248 സൂക്തമാണെന്ന് എൻ്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ, വഖാല ലഹും നബിയുഹും ഫലമ്മാ ഫസല ത്വാലൂത്ത് ബിൽ ജുനൂദി. ത്വാലൂത്ത് സൈന്യങ്ങളുമായി ഇറങ്ങിപ്പുറപ്പെട്ടു. സൈനിക നേതാവ് ത്വാലൂത്ത് സൈന്യങ്ങളുമായി ഇറങ്ങിപ്പുറപ്പെടുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സൈന്യം ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ. നോമ്പ് വരുന്നു, അള്ളാഹുവിൻ്റെ പരീക്ഷണമുണ്ട്, നിങ്ങളെ യുദ്ധത്തിന് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ ഞാനൊന്ന് പരിശോധിക്കട്ടെ. ബദരീങ്ങൾക്ക് അള്ളാഹു അധ്യാപനം കൊടുക്കുകയാണ്. ആരായിരിക്കണം ബദരീങ്ങൾ, ആരെയായിരിക്കണം ബദരീങ്ങളായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അള്ളാഹ് തീരുമാനിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ക്യാപ്റ്റൻ, സൈനിക ക്യാപ്റ്റൻ താലൂത്ത് പറയുകയാണ്, ഫലമ്മാ ഫസല താലൂത്ത് ബിൽ ജുനൂദി ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ
ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ. നമ്മൾ യുദ്ധത്തിന് പോകുന്ന വഴിയിൽ ഒരു ചെറിയ അരുവിയുണ്ട്, ചാലിയാർ പുഴ പോലത്തെ, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുത്, അല്ലെങ്കിൽ അതിനേക്കാളും വലുത്, നല്ല തെളിനീര് ഒഴുകുന്ന ശുദ്ധജലം ഒഴുകുന്ന ഒരു പുഴയുണ്ട്. ആരും അതിൽ പാത്രമെടുത്ത് കോരി കുടിച്ചു പോകും. ദാഹിക്കുന്ന സമയമല്ലേ, യുദ്ധത്തിന് പോവുകയല്ലേ. ബദർ നിങ്ങൾക്കറിയാം, ബദർ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെയുള്ളൊരു കിണറിൻ്റെ പേരാണ്. അവിടെ ജലാശയമുണ്ട്. ആ ജലാശയത്തിന് വേണ്ടി ഖുറൈശി കാഫിരീങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. അവിടെയുള്ള വെള്ളമെല്ലാം സഹാബികൾ പോയി കലക്കിയിട്ട് അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അള്ളാഹു തലേന്ന് രാത്രി അവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുത്തു. അതൊക്കെ സൂറത്തുൽ അംഫാലിൽ ആ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളവും പുഴയും അരുവിയുമൊക്കെ ബദറിൽ ഉണ്ട്, ബനു ഇസ്രായേലിൻ്റെ അൽ ബഖറയിലെ ഈ സംഭവത്തിലുമുണ്ട്. പക്ഷേ ആ ത്വാലൂത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു നോമ്പ് കൽപ്പിക്കുന്നുണ്ട്. നോമ്പ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരിയുള്ള റമദാൻ നോമ്പ് പോലത്തെ നോമ്പ് തന്നെ ആയിക്കൊള്ളുന്നില്ലത്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ. പക്ഷെ ഈ വെള്ളം നിങ്ങൾ തൊടാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര ദാഹം ഉണ്ടായിട്ടും കാര്യമില്ല. ഈ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നവൻ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, അവൻ എൻ്റെ സൈന്യത്തിലെടുക്കാൻ പറ്റിയവനല്ല. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ വമൻ ലം യത്അംഹു ഫഇന്നഹു മിന്നീ ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും ഫശരിബൂ എന്ന് അല്ലാഹു പറയുന്നു. ഓരെല്ലാം കുടിച്ചു. കൂടെയുള്ള സൈന്യങ്ങൾ മുഴുവനും നോമ്പെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സൈനിക നേതാവ് പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിക്കരുത്. കുടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഫശരിബൂ മിൻഹു, കുറച്ചാളുകൾ കുടിച്ചു എന്നല്ല പറയുന്നത്, ഓല ഒന്നായിട്ട് കുടിച്ചു. ഫശരിബൂ മിൻഹു ഇല്ല ഖലീലൻ മിൻഹും, കുറച്ച് ആളുകൾ മാത്രമാണ് കുടിക്കാതിരുന്നത്. എന്നിട്ട് വഖാലല്ലദീന ആമനു ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി. നമുക്ക് ജാലൂത്ത് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ അധിനിവേശ സൈന്യത്തിൻ്റെ നേതാവാണ്, അഥവാ ഇന്നത്തെ ജൂതന്മാരുടെ നേതാവ്, ഇന്നത്തെ സിയോണിസ്റ്റ് നേതാവ്, ഇന്നത്തെ സിയോണിസത്തിൻ്റെ പൗരാണിക പതിപ്പ്. അവൻ്റെ പേരാണ് ജാലൂത്ത് എന്ന് കേട്ടാൽ തന്നെ ആൾക്കാർക്ക് പേടിയാ, ഇസ്രായേൽ എന്ന് പറഞ്ഞ മാതിരിയാ. അതുകൊണ്ട് ഇവരൊന്നായിട്ട് പേടിച്ചിട്ട് ഇവർ പറഞ്ഞു, ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി, ജാലൂത്തിനെ നേരിടാൻ നമ്മക്ക് സാധ്യമല്ല. ഉടനെ തന്നെ അടിയുറച്ച ഈമാനുള്ളവർ പറഞ്ഞു, ബദരീങ്ങൾ പറഞ്ഞു, അന്നത്തെ ബദരീങ്ങൾ പറഞ്ഞു, وقال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله. അവരെ കൂട്ടത്തിൽ അടിയുറച്ച, മരിച്ചിട്ട് പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന വിഷയത്തിൽ ഉറച്ച വിശ്വാസമുള്ള ആളുകൾ ഉണ്ടോ, ഉറച്ച വിശ്വാസമുള്ളവരെ ഇറങ്ങി പുറപ്പെടുകയുള്ളൂ. അവർ പറഞ്ഞു, എന്തു പറഞ്ഞു? തോൽക്കുന്ന പ്രശ്നമില്ല. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കസീറതൻ ബിഇദ്നില്ലാ. എത്ര ചെറിയ സൈന്യങ്ങളാണ് വലിയ സൈനിക വ്യൂഹങ്ങളെ അട്ടിമറിച്ച് മുന്നോട്ട് പോയത്. അതുകൊണ്ട് പരാജയം സമ്മതിച്ചുകൊണ്ട് പിറകോട്ടടിക്കുന്ന പ്രശ്നമില്ല, അവർ മുന്നോട്ട് പോയി. വലമ്മാ ബറസൂ ലിജാലൂത വജുനൂദിഹി ഖാലൂ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ ഫഹസമൂഹും ബിഇദ്നില്ലാഹി വഖതല ദാവൂദ് ജാലൂത്ത്. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടവിടെ. ദാവൂദ്, ജാലൂത്ത് അല്ല. ദാവൂദ് എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബിയുടെ പിതാവ്. അന്ന് അദ്ദേഹം നബിയല്ല, അന്ന് അദ്ദേഹം സൈന്യത്തിലെ ഒരു സൈനികൻ മാത്രമാണ്, ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ആളൊക്കെ തന്നെയാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ജാലൂത്തിനെ വെട്ടിപ്പൊളിച്ചു. അതോടുകൂടി അന്നത്തെ സിയോണിസ്റ്റുകൾ ചിതറിയോടി. എന്നിട്ട് അള്ളാഹ് പറയുകയാണെങ്കിൽ ശേഷം വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅളഹും ബിബഅളിൻ ലഫസദത്തിൽ അർളു. ശത്രുക്കളെ പരസ്പരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭിന്നിപ്പിച്ച് തകർത്തു തരിപ്പണമാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം കുട്ടിച്ചോറാകുമായിരുന്നു. അതാണ്, ബദരീങ്ങൾ രണാങ്കണത്തിലിറങ്ങി പൊരുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഇസ്ലാം ഉന്മൂലനം ചെയ്യപ്പെടുമായിരുന്നു, ഇസ്ലാമിനെ തുടച്ചു നീക്കപ്പെടുമായിരുന്നു. അപ്പം എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ ചുരുക്കിയപ്പോൾ ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. നിങ്ങൾ പരിഭാഷയൊക്കെ എടുത്ത് നോക്കണം. ചെറുങ്ങനെ ഈ ജുമാൻ്റെ മുന്നുള്ള സംസാരം കുറച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഹൃദയസ്പർക്കായ രീതിയിൽ 2000 കൊല്ലം മുന്നേ നടന്ന സംഭവം മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്തുകൊണ്ട് അല്ലാഹ് പറയാണ്, തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ് വ ഇന്നക ലമിനൽ മുർസലീൻ. നബിയെ, 2000 കൊല്ലം മുന്നത്തെ കഥ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടാനാ? ഞാൻ പറഞ്ഞെന്നതാ.
അള്ള പറയാ, നിങ്ങൾ നബിയാണെന്നതിന്റെ തെളിവാണത്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നടന്ന ചരിത്രമാണ് നിങ്ങൾ മക്കയിലും മദീനയിലുമുള്ള വിശ്വാസികൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ജിബ്രീൽ എന്ന മലക്കിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതാ. നിങ്ങൾ നബിയാണെന്നതിന്റെ തെളിവാണത്. അല്ലാതെ പറയാൻ കഴിയൂല. എനിക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? തിൽക ആയാത്തുല്ലാ, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. നത്ലൂഹ അലൈക, നമ്മളാണ് അത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. വ ഇന്നക ലമിനൽ മുർസലീൻ, അതുകൊണ്ട് ഉറപ്പിച്ച് വിശ്വസിക്കണം, നിങ്ങൾ പ്രവാചകനാണ്. ഉണ്ടോ? മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് അടിവരയിട്ട് പറയണം. അതിന്റെ ശേഷം പിന്നെ പറയുന്നു, തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദിൻ ഇലാ ആഖിറിൽ ആയ. ഞാൻ അതിലേക്കൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ബദറിൽ നേടിയിട്ടുള്ള ശക്തമായ വിജയം, അത് ഈ പറഞ്ഞ സംഭവത്തെ പിന്തുടർന്നുകൊണ്ട് ഖുർആനിക അധ്യാപനങ്ങളെ ശിരസ വഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അവർ കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തൻ കസീറത്തൻ ബിദിനില്ലാ, 300 ചില്ലറ ആളുകൾ ആയിരങ്ങളെ നേരിട്ടു. 200ഓളം വരുന്ന കുതിര സൈന്യമുണ്ട്. 200 കുതിര സൈന്യത്തെ നേരിടുന്നത് 2 കുതിരകളുമായിട്ടാണ്. പക്ഷേ അവർ വിജയിക്കുകയാണ്. 70ലധികം ആളുകൾ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെടുകയും നമ്മുടെ ഭാഗത്തു നിന്ന് കേവലം 14 ആളുകളാണ് രക്തസാക്ഷികളായി പോകുന്നത്. അതിൻ്റെയൊക്കെ കാരണം എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സൂറത്തുൽ ബഖറയുടെ 120 143 അല്ലാഹ് പറഞ്ഞു, വിശ്വാസികളെ, ക്ഷമയോട് കൂടി നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടണം. എന്നിട്ട് അങ്ങനെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ രണാങ്കണത്തിൽ ഇറങ്ങിയാൽ 144 അല്ലാഹ് പറയുന്നു, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ വലാകിൻ ലാ തശ്ഉറൂൻ. അവരെങ്ങാനും ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയാൽ അവർ മരിച്ചു എന്ന് പോലും നിങ്ങൾ പറയരുത്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അവർ മരിച്ചു എന്ന് വെക്കുക, എന്നാൽ പോലും അവരെക്കുറിച്ച് മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. സൂറത്തു ആലു ഇമ്രാനിന്റെ 169 ഇതേപോലെ ഒരു സൂക്തം കാണാം. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ വിഭവസമൃദ്ധമായ സദ്യയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ മരിച്ചുപോയിട്ടില്ല. കാരണം അവരുടെ ജീവിതം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നൽകിയപ്പോൾ അള്ളാഹു അവൻ്റെ വകയായിട്ട് അവർക്കൊരു ജീവിതം കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങൾ അതിജയിക്കൽ എപ്പോഴാണെന്നാ പറഞ്ഞത്? ആ പരീക്ഷണങ്ങൾ അതിജയിക്കൽ എൻ്റെ ജീവിതവും എൻ്റെ മരണവും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ അത് അതിജയിക്കാൻ കഴിയൂ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് അല്ലാഹു തആല പറയുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും പരിശോധിക്കും. വെറുതെ പറഞ്ഞതല്ല, ഞാൻ പരിശോധിക്കുന്നല്ല പറഞ്ഞത്. വലനബ്ലുവന്നകും, നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും പരിശോധിക്കും. എങ്ങനെ? ബിശൈഇൻ മിനൽ ഖൗഫ്, കുറച്ചൊരു പേടി നിങ്ങൾക്ക് ഇട്ടുതരും. കുറച്ച് പേടി എന്നാ പറഞ്ഞത്. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയങ്കര പേടിയൊന്നും ഉണ്ടാവില്ല. ഒരു സൂചി വെക്കുന്ന വേദന എന്ന് പറഞ്ഞില്ലേ, അത്രയും ഉണ്ടാവുള്ളൂ. ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ, വിശപ്പുണ്ടാകും. കാരണം നിങ്ങളെ എല്ലാവരും ബഹിഷ്കരിക്കും, നിങ്ങളെ കച്ചവടം ബഹിഷ്കരിക്കും, നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, നിങ്ങളെ പള്ളിയിൽ നിന്ന് ആട്ടിയോടിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്തി. എന്നിട്ട് അല്ലാഹ് പറയാണ്, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമയുള്ളവർക്ക് സന്തോഷമുണ്ട്. ആരാ ക്ഷമയുള്ളവര്? ക്ഷമയുള്ളവരെ കുറിച്ച് അല്ലാഹ് പറയുന്നു, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് മുസീബത്തുകൾ വന്നാൽ അവരുടെ ഫിലോസഫി അവർ വിളിച്ചു പറയും, അവരുടെ സിദ്ധാന്തം അവർ വിളിച്ചു പറയും, അവരുടെ ആദർശം അവർ വിളിച്ചു പറയും. എന്താണ് ആദർശം? വിളിച്ചു പറയാന്നാണ്, തൊള്ളോണ്ട് പറയാനല്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആശയം നാവ് കൊണ്ട് പറയും. എന്താണ് അവർ പറയുക? ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ടോ? ഈ സിദ്ധാന്തത്തിലുള്ളവന് തല ചോദിച്ചാൽ തല കൊടുക്കും, പണം ചോദിച്ചാൽ പണം കൊടുക്കും. പണവും തലയും കൊടുക്കാതെ ഒരു പ്രസ്ഥാനത്തിനും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് പറ്റിയിട്ടുള്ള തകരാറെന്താണെന്നറിയോ? തല പോണ പേടിയാ, പൈസ പോണ പേടിയും. ഈ 2 പേടിയും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒലിപ്പു വെള്ളത്തിലെ ചപ്പു ചവറുകൾ പോലെയായത്. സൗബാൻ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് ഇമാം തുർമുദി റഹിമഹുല്ലാ അവിടുത്തെ സുനനിൽ കൊണ്ടുവന്നതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ലോകത്ത് മുഴുവനുമുള്ള ആളുകൾ നിങ്ങളെ കടന്നാക്രമിക്കാൻ അടുത്തിട്ടുണ്ട്. ഏതുപോലെ ഭക്ഷണം കൊണ്ടുപോയി വെച്ച തളികയിലേക്ക് ശാപ്പാടിന് വേണ്ടി വന്ന ആളുകൾ കൈയിട്ട് വാരുന്നത് പോലെ നിങ്ങളെ ശരീരത്തിലേക്ക് കൊത്തി വലിക്കുന്നുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, നമ്മൾ എണ്ണത്തിൽ കുറഞ്ഞതുകൊണ്ടാണോ? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ ബൽ അൻതുമുൽ യൗമ കസീർ, നിങ്ങൾ അന്ന് ധാരാളം ആളുകളുണ്ട്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അലം തറ ഇലൽ ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫ്, ആയിരക്കണക്കിന് ആളുകൾ പേടിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി എന്ന് പറഞ്ഞില്ലേ, ആ കഥയാണ് നിങ്ങൾക്കും വരാനുള്ളത്. കാരണം എന്താ കാരണം പറഞ്ഞത്? ലയൻസിഅന്നല്ലാഹു മിൻ ഖുലൂബി അഅദാഇകുമുൽ മഹാബത മിൻകും വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ എതിരാളികളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയവും പേടിയും അള്ളാഹു എടുത്തു കളഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു വഹനിനെ ഇട്ടു തന്നു. വഹൻ എന്താണ് വഹൻ? അവർ ചോദിച്ചു, ഖാലു വമൽ വഹനു യാ റസൂലുള്ളാഹ്, നബിയെ എന്താണ് വഹൻ എന്ന് പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ് ദുനിയ, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കൂല, ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്യൂല, യതീം കുട്ടിനെ നോക്കാൻ പറഞ്ഞാൽ നോക്കൂല, പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സഹായിക്കൂല, മദ്രസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സഹായിക്കൂല. ഹുബ്ബുദ് ദുനിയ കെട്ടിപ്പൂട്ടി വെക്കുക. സക്കാത്ത് കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ നോക്കുകയാണ്, എന്തെങ്കിലും മസാല പറഞ്ഞിട്ട് ഹുബ്ബുദ് ദുനിയ, ആർത്തിപ്പണ്ടാരങ്ങളായി പോയി. ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ ഫിസ്നൈൻ, വയസ്സന്മാര് ഇല്ലേ, വയസ്സാകും തോറും അവന്റെ ഉള്ളിലെ ഹൃദയം യുവാവായിക്കൊണ്ടിരിക്കും. ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ, ആള് വയസ്സന, പക്ഷെ അവന്റെ ഉള്ളിലുള്ള മനസ്സ് യുവാവാണ്. ഏത് വിഷയത്തിൽ? രണ്ട് വിഷയത്തിൽ. ഏതാണ് രണ്ട് വിഷയം? ഹുബ്ബുൽ ദുനിയാ വതൂലുൽ അമൽ, പണം പണം പണം. വയസ്സ് 90 ഇപ്പോഴും പണം എന്ന ആഗ്രഹം മനസ്സിൽ തുടിക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ പ്രകൃതി. അങ്ങനെയുള്ളവൻ ഒലിച്ചു പോകുന്ന വെള്ളത്തിലെ ചണ്ടികളെ പോലെയാണ് നിങ്ങൾ. നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പേടിയുണ്ടാകില്ല. അതുപോലെ വകറാഹിയത്തുൽ മൗത്ത്, നിങ്ങൾക്ക് മരണത്തെയും പേടിയാണ്. അങ്ങനെ മരണത്തെ പേടിക്കുന്നവരായിരുന്നില്ല ബദർ യുദ്ധത്തിന് വേണ്ടി പോയത്. സമ്പത്ത് കൊടുക്കാൻ പിശുക്കത്തരം ഉണ്ടായിരുന്നവരല്ല ബദർ യുദ്ധത്തിന് വേണ്ടി പോയിരുന്നത്. അതുകൊണ്ടാണ് അവർ ജീവനും സമ്പത്തും വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, അവരെപ്പറ്റി മരിച്ചുപോയി എന്ന് പോലും പറയാൻ പാടില്ല. നിങ്ങളാണ് മരിച്ചത്, എനിക്കും നിങ്ങൾക്കുമാണ് ജീവനില്ലാത്തത്. ബദരീങ്ങൾ ജീവിക്കുന്നു, ഞാൻ ചത്തതേ. എന്താ പറഞ്ഞ മലയാള കവി പറഞ്ഞല്ലോ, എന്തേ മലയാളത്തിൽ കവിതയുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം മലയാളത്തിലുണ്ട്. ഞാനും നിങ്ങളൊക്കെ വലിയ കോള് പറയാം, നമ്മൾ സുഖത്തിൽ ജീവിക്കാണ്, എന്നാൽ നമ്മളാണ് ശവങ്ങൾ, യഥാർത്ഥ ശവങ്ങൾ. എന്നാൽ ജീവന്റെ തുടിപ്പോടുകൂടി ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ബദരീങ്ങളാണ്, യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്, സമ്പത്തും ശരീരവും വലിച്ചെറിഞ്ഞവരാണ്. അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് നോമ്പ് വെറുതെ ഉണ്ടാക്കിയതല്ല, സഹനശേഷിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ സഹനശേഷി ആർജിച്ചതിൻ്റെ ഒന്നാമത്തെ തുടക്കത്തിലാണ് ബദരീങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. ഇനി അടുത്ത ആഴ്ച ഫതഹ് മക്കയെ കുറിച്ച് നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. ഫതഹ് മക്കയും ഇതുപോലെ ഒരു നോമ്പ് 20-നാണ്. സുബ്ഹാനല്ലാഹ്, ഈ മുസ്ലിം ഉമ്മത്തിന് എവിടെയെല്ലാം വിജയത്തിൻ്റെ വെന്നിക്കൊടി ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം ഒരു നോമ്പിൻ്റെ കഥയുണ്ട്. അതിൻ്റെ പിന്നിലെല്ലാം ഒരു ക്ഷമയുടെ കഥയുണ്ട്, ഒരു സബറിൻ്റെ കഥയുണ്ട്. അതുകൊണ്ടാണ് സ്വർഗപ്രവേശനത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്വർഗത്തിൽ കടക്കാൻ തന്നെയുള്ള കാരണം വജസാഹും ബിമാ സബറു ജന്നത്തൻ വഹരീറാ, ക്ഷമിച്ചത് കൊണ്ട് സ്വർഗം കൊടുത്തു എന്നാണ് പറഞ്ഞത്, നിസ്കരിച്ചത് കൊണ്ട് സ്വർഗം കൊടുത്തു എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല പറഞ്ഞത്. പിന്നെ വജസാഹും, അവർക്ക് അല്ലാഹു തആല പ്രതിഫലമായിട്ട് നൽകി ബിമാ സബറു, അവരുടെ ക്ഷമ കാരണം എന്ത് കൊടുത്തു? ജന്നത്തൻ വഹരീറാ, സ്വർഗവും സ്വർഗത്തിലുള്ള പട്ടുവസ്ത്രങ്ങളും. അതുകൊണ്ട് ബദറിന്റെ സന്ദേശം ഈ ആനുകാലിക സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സഹനശേഷിയുള്ളവരാകണം, സമ്പത്തിനോടും ഭൗതികതയോടുമുള്ള ആർത്തി ഇല്ലാതാക്കണം, സമ്പത്ത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, നിർബന്ധ സക്കാത്ത് എന്തായിരുന്നാലും കൊടുക്കണം, അതിൽ യാതൊരു ഇളവും നമ്മൾ അമാന്തവും ഉണ്ടാക്കാൻ പാടില്ല.
ഐച്ഛിക ദാനധർമ്മങ്ങളിലും നമ്മൾ ശക്തമായി മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ധീരതയോടുകൂടി ജീവൻ നൽകേണ്ട ഒരു ഘട്ടം വന്നാൽ ജീവൻ തന്നെ നൽകാൻ മുമ്പോട്ട് വരാൻ നമ്മുടെ സമുദായം എന്നാണോ തയ്യാറാകുന്നത്, അന്ന് നിങ്ങളിൽ വഹൻ ഇല്ലാതാകും. വഹൻ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് വഹൻ ഉണ്ടാകുകയില്ല. അല്ലാഹ് പറയാണ് വലാ തഹിനു, നിങ്ങൾക്ക് വഹൻ, പ്രവാചക തിരുമേനി പറഞ്ഞല്ലോ വഹൻ, ആ വഹൻ നിങ്ങളെ പിടികൂടുകയില്ല. എങ്ങനെയാണെങ്കിൽ ഇൻ കുൻതും മുഅ്മിനീൻ. അതുകൊണ്ട് ആ ഈമാനും ആ തഖ്വയും ആ സബറും ആ സഹനശേഷിയുമാണ് നോമ്പിലൂടെ നമ്മൾ ആർജിക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ മാതൃകകളായിരുന്നു ഹിജറ 2 റമദാൻ 17 ബദറിന്റെ രണഭൂമിയിൽ ഇറങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ശക്തമായ സമരം ചെയ്ത് ഈ ലോകത്ത് ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച ബദറിലെ ശുഹദാക്കളായി പോയവരും അല്ലാത്തവരുമായ 300 ചില്ലാനം വരുന്ന അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ ഈ മഹാന്മാരായ ബദരീങ്ങളോട് സ്നേഹവും ആദരവും അവർ കൈമാറി തന്നിട്ടുള്ള ഇസ്ലാമിനോടുള്ള പ്രതിപത്തിയും കെടാതെ സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അവരെല്ലാവരും പോകുന്ന സ്വർഗത്തിൽ അവരുടെ പിന്നാലെ അള്ളാഹുവിൻ്റെ അതിവിശാലമായ സ്വർഗത്തിലേക്ക് റമദാനിലെ നോമ്പ് നോൽക്കുന്ന ആളുകൾക്കുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം നേടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.